തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വാഗ്ദാനങ്ങളുമായി NDA 2036 നടക്കുന്ന ഒളിമ്പിക്സിന്റെ വേദി തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്നാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. 5 വർഷം കൊണ്ട് വീട് നൽകുമെന്നും ഗംഗാ ശുദ്ധീകരണ മാതൃകയിൽ ആമയിഴഞ്ചാൻ ഉൾപ്പെടെയുള്ള ജലാശയങ്ങൾ സംരക്ഷിക്കുമെന്നുമാണ് വാഗ്ദാനം. റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ. റഹീസ്, ചെറുതല്ലാത്ത വലിയ വാഗ്ദാനം എന്ന് തന്നെ പറയണം. NDA തദ്ദേശ തെരഞ്ഞെടുപ്പിലുമായി ബന്ധപ്പെട്ട് ഈ വലിയ പ്രഖ്യാപനം, വലിയ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ഇതിൽ 2036 നടക്കുന്ന ഒളിമ്പിക്സിന്റെ വേദി തിരുവനന്തപുരത്ത് കൊണ്ടുവരും. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം. മറ്റെന്തൊക്കെയുണ്ട്? ആ ശ്രുതി, വലിയ വാഗ്ദാനം എന്ന് പറയുമ്പോൾ ആ വാഗ്ദാനം ഇച്ചിരി കൂടിപ്പോയോ എന്ന് സംശയം വരുന്ന വലിയ വാഗ്ദാനമാണ് രാജീവ് ചന്ദ്രശേഖർ പുറത്തിറക്കിയ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുള്ളത്. അതിൽ കൗതുകമുള്ള ഒരു വാഗ്ദാനം, 2036 ഇന്ത്യയിൽ ഒളിമ്പിക്സ് നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു വേദിയാക്കാൻ കൊണ്ടുവരും. അത് വേദിയാക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ നടത്തും. അങ്ങനെ ഒരു വേദി തിരുവനന്തപുരത്ത് വരും എന്നതാണ് അതിലൊരു കൗതുകമുള്ള വാഗ്ദാനമായിട്ടുള്ളത്. മറ്റൊന്ന്, സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന വാഗ്ദാനങ്ങളാണ്. വീടില്ലാത്ത എല്ലാവർക്കും കേന്ദ്ര പദ്ധതികളുടെ സഹായത്തോടെ വീട് വെച്ച് കൊടുക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള എല്ലാവർക്കും വീടിൻ്റെ അറ്റകുറ്റപ്പണിയാണെങ്കിൽ BJPയുടെ മേയർ ആയി ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്ത് 15 ദിവസത്തിനകം വീടുകളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുമെന്ന് വാഗ്ദാനത്തിലുണ്ട്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നടത്തിയതുപോലുള്ള ജനസമ്പർക്ക പരിപാടി 101 വാർഡുകളിൽ നടത്തും. ആ ജനസമ്പർക്ക പരിപാടിയിൽ മേയറും ഡെപ്യൂട്ടി മേയറും കൗൺസിലറും ഒപ്പം അതാത് സെക്രട്ടറിമാരുമായിരിക്കും ഈ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കുക എന്നതാണ് വാഗ്ദാനത്തിൽ ഉള്ളത്. മറ്റൊന്ന്, തിരുവനന്തപുരം നഗരമാണ്. ആമയിഴഞ്ചാൻ തോട് പോലുള്ള മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന നിരവധി ജലാശയങ്ങളുണ്ട്. അവയൊക്കെ ഗംഗാ മാതൃകയിൽ ശുചീകരിക്കും എന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്ന മറ്റൊരു വാഗ്ദാനം. ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.